A+2 സ്വാഗതം. ഈ ചാനലിൽ നിരവധി എപ്പിസോഡുകൾ ഡേറ്റാ ബാങ്കുമായി ബന്ധപ്പെട്ടും ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ടും ചെയ്തിരുന്നു. അതിൽ നിരവധി ആളുകളുടെ കമൻറ്റുകൾ, സംശയങ്ങൾ ഒക്കെ വന്നിരുന്നു. പല ആളുകൾക്കും ഇപ്പോഴും ചില കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവില്ല എന്നുള്ളതാണ് ഈ കമൻറ്റുകളിൽ നിന്നും ബോധ്യപ്പെടുന്നത്. നിരവധി തവണ ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് ഇപ്പോഴും ബോധ്യപ്പെടാത്ത ആളുകൾക്ക് വേണ്ടി ഒരു പുതിയ എപ്പിസോഡ്, പ്രാഥമികമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ വിവരിക്കുന്ന ഒരു എപ്പിസോഡാണ് ഇന്ന് A+2 പങ്കുവെക്കുന്നത്. ഇത് ഡേറ്റാ ബാങ്കിൽ നിന്നും നമുക്ക് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതും, ഭൂമി തരം മാറ്റത്തിന് നമ്മൾ എന്തൊക്കെ അപേക്ഷകൾ കൊടുക്കണം, അതിനോടൊപ്പം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊടുക്കണം, അതിനോടൊപ്പം നമ്മൾ സമർപ്പിക്കേണ്ട രേഖകൾ എന്തൊക്കെയാണ്, ഈ രണ്ട് കാര്യങ്ങളും ഇന്നത്തെ എപ്പിസോഡിൽ വിവരിക്കുന്നു. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും പൂർണ്ണമായും കാണണം. അല്പം നീണ്ടുപോയാലും നിങ്ങൾ അതിൽ നിന്നും ജമ്പ് ചെയ്ത് കളയരുത്. ഇടയ്ക്ക് വെച്ച് കാണുകയാണെങ്കിൽ നിങ്ങൾക്കിതൊന്നും മനസ്സിലാവില്ല, വീണ്ടും വീണ്ടും ചോദ്യങ്ങളായി വരും. അതുകൊണ്ട് ദയവായി പൂർണ്ണമായും കാണുക. ഇതിലെ കട്ട് ഓഫ് ഡേറ്റിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. പ്രധാനമായും ഡേറ്റുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം, ഡേറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കുന്നത് എങ്ങനെയൊക്കെയാണ്. ഡേറ്റാ ബാങ്ക് എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഈ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൻ്റെ ഭാഗമായി ഒരു ഡേറ്റാ ബാങ്ക് രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒരുപാട് പിഴവുകളുണ്ടായി. ആ പിഴവുകളുടെ അടിസ്ഥാനത്തിലാണ് ആളുകളെല്ലാം ബുദ്ധിമുട്ടിയത്. നേരിട്ട് പോയി ഈ കൃഷിഭൂമിയാണോ അല്ലയോ, അല്ലെങ്കിൽ തണ്ണീർത്തടമാണോ അല്ലയോ എന്നുള്ളത് പരിശോധിച്ച് ഉറപ്പ് വരുത്തിയിട്ട് വേണമായിരുന്നു ഡേറ്റാ ബാങ്കിൽ പ്രസ്തുത സ്ഥലങ്ങളെ ഉൾപ്പെടുത്താൻ. പക്ഷേ അതിന് സമയപരിധി ഇല്ലാത്തതുകൊണ്ടും അതിനുള്ള ജീവനക്കാരുടെ അഭാവം കൊണ്ടും ഇല്ലെങ്കിൽ ഉദാസീനത കൊണ്ടും എന്തുകൊണ്ടായാലും ഇത് ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടേണ്ടതല്ലാത്ത ഭൂമികളെ ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തുകയും അതിൽ നിന്നും ഒഴിവായി കിട്ടാൻ വേണ്ടി ആളുകൾ ഓടുകയും ചെയ്തിട്ടുണ്ട്. ഓടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഇതിനെ അപേക്ഷിക്കാത്ത ആളുകൾ നിരവധിയാണ്. ഇതിനെക്കുറിച്ചിട്ടുള്ള അറിവില്ലാത്ത ആളുകൾ നിരവധിയാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഡേറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കുന്നതിന്. ഇതിനകത്ത് ഏതൊക്കെയാണ് വരുന്നതെന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. 2008 ഓഗസ്റ്റ് 12 മുമ്പേ കരഭൂമി ആയതോ കരഭൂമിയാൽ ചുറ്റപ്പെട്ടതോ ആയ ഭൂമി ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡേറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കാം. ഞാൻ ആവർത്തിക്കുന്നില്ല, കാരണം മനസ്സിലാകാത്തവർ ഒരിക്കൽ കൂടി ഇത് കാണുക. വെറുതെ റിപ്പീറ്റ് ചെയ്തിട്ട് സമയം കളയാൻ ഉദ്ദേശിക്കുന്നില്ല. മനസ്സിലായല്ലോ? ഇതിനെയാണ് നമുക്ക് ഡേറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് അപേക്ഷിക്കാൻ ഉള്ളത്. ഇതിന് അപേക്ഷിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 4D പ്രകാരം ഫോൺ നമ്പർ 5 ഇതിനു വേണ്ടി RDOക്ക് നമ്മൾ കൊടുക്കാൻ ഉള്ളത്. ആ RDOക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ഇനി പറയുന്ന രേഖകൾ വേണം. എന്നാൽ ഈ ഡേറ്റാ ബാങ്ക് പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ ആണെങ്കിൽ നമ്മൾ ഈ അപേക്ഷ കൃഷി ഓഫീസർക്കാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഡേറ്റാ ബാങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ RDOയ്ക്കും ഡേറ്റാ ബാങ്ക് പ്രസിദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ അത്തരം അപേക്ഷകൾ ഈ ഫോൺ നമ്പർ 5 തന്നെയാണ്, അത് അഗ്രികൾച്ചർ ഓഫീസർക്കും കൊടുക്കണം. അപ്പോൾ കൊടുക്കേണ്ട രേഖകൾ എന്തൊക്കെയാണ്? 1, നിങ്ങളുടെ ആ ഭൂമിയുടെ കരം ഒടുക്കിയ രസീത് കൊടുക്കണം. പൊസഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. നിങ്ങളുടെ പ്രമാണം കൊടുക്കണം, ആ വസ്തുവിൻ്റെ പ്രമാണം കൊടുക്കണം. പിന്നെ ഫീൽഡ് മെഷർമെൻറ്റ് ബുക്ക് നിങ്ങൾ കൊടുക്കണം. അത് വില്ലേജ് ഓഫീസിൽ നിന്ന് അതിൻ്റെ കോപ്പി കിട്ടും, നിങ്ങൾ വാങ്ങി അത് ഹാജരാക്കണം. അതുപോലെ DBയിൽ, അതായത് ഡേറ്റാ ബാങ്കിൽ ഇപ്പോഴുള്ള സ്ഥിതി, നിങ്ങളുടെ ഭൂമി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കാണിക്കുന്ന റിപ്പോർട്ട് നിങ്ങൾ അഗ്രികൾച്ചർ ഓഫീസറിൽ നിന്നും വാങ്ങണം. അത് നിങ്ങളുടെ അപേക്ഷയോടൊപ്പം കൊടുക്കണം. ഇനി ഈ ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമിയാണെങ്കിൽ നിങ്ങളുടെ ഭൂമി ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടു എന്ന് കാണിക്കുന്ന ആ പേജ്, ഡേറ്റാ ബാങ്കിലെ ആ പേജിൻ്റെ പകർപ്പ്, അത് നിങ്ങൾക്ക് അഗ്രികൾച്ചർ ഓഫീസറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഇല്ലെങ്കിൽ വില്ലേജ് ഓഫീസിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലോ കിട്ടും. അതിൻ്റെ പകർപ്പ് നിങ്ങൾ എടുക്കണം. ഇനി ആ ഭൂമിയുടെ ഫോട്ടോ വേണം. അതോടൊപ്പം സാറ്റലൈറ്റ് മാപ്പും ആവശ്യമാണ്. ഇതിൻ്റെ സാറ്റലൈറ്റ് മാപ്പ്, റിപ്പോർട്ട് എന്നിവ ഉൾപ്പെടുന്നതിന് 1500 രൂപ അടച്ച ആ റിപ്പോർട്ടും 1500 രൂപ ഇതിന് വേണ്ടി അടച്ച റെസിപ്റ്റും നമ്മൾ ഹാജരാക്കണം. ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപയാണ്. ഇതും നമ്മൾ കൊടുക്കണം.
ഇത് കൊടുത്തു കഴിഞ്ഞാൽ സൈറ്റ് ഇൻസ്പെക്ഷൻ ഉണ്ടാകും, സ്ഥല പരിശോധന നടത്തും. മിക്കവാറും അഗ്രികൾച്ചർ ഓഫീസറും വില്ലേജ് ഓഫീസറും ഒരുമിച്ച് തന്നെ ചെയ്യണമെന്ന് പറയുന്നു, ഇല്ലെങ്കിൽ വെവ്വേറെ ചെയ്യും, ഇല്ലെങ്കിൽ അഗ്രികൾച്ചർ ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം തന്നെ അത് പോവുകയും ചെയ്യും. അപ്പോൾ സാറ്റലൈറ്റ് മാപ്പും പരിശോധിക്കും, രേഖകളും പരിശോധിക്കും. ഇത് പരിശോധിച്ചതിന് ശേഷമാണ് ഇത് സംബന്ധിച്ച് RDOയുടെ ഉത്തരവ് ഉണ്ടാകുക. രേഖകൾ ഇത്രയുമാണ് നിങ്ങൾ സമർപ്പിക്കാൻ ഉള്ളത്. ഇനി നമുക്ക് തരം മാറ്റം, ഭൂമിയുടെ തരം മാറ്റത്തിന് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. ഇനി ഡേറ്റാ ബാങ്കിൽ ഇല്ല, അല്ലെങ്കിൽ ഡേറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കി കിട്ടി, അങ്ങനെയുള്ളത് ആണെങ്കിൽ നമുക്ക് ഈ RDOക്ക് അതിനുള്ള ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട അപേക്ഷ നമുക്ക് കൊടുക്കാം. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നേരത്തെ പറഞ്ഞത് തന്നെ, ചിലതൊക്കെ വേണ്ടും, ചിലത് കൂടുതലും വേണം. ഏതൊക്കെയാണ്? ലാൻഡ് ടാക്സ് റിസിപ്റ്റ് വേണം, പൊസഷൻ സർട്ടിഫിക്കറ്റ് വേണം, അതേപോലെ സർവേ സ്കെച്ച് വേണം. ഈ സർവേ സ്കെച്ച് ചില ആളുകൾ സംശയം ചോദിച്ചിരുന്നു, സർവേ സ്കെച്ച് ആര് പണമടയ്ക്കണം, ആര് കൊടുക്കണമെന്ന്. ഈ സർവേ സ്കെച്ച് നമുക്ക് വില്ലേജ് ഓഫീസറെ കൊണ്ട് തന്നെ സർവേ സ്കെച്ച് ചെയ്യിപ്പിക്കാം, അല്ല എങ്കിൽ ഒരു രജിസ്ട്രേഡ് സർവേയറെ കൊണ്ടും നമുക്ക് ഇത് ചെയ്യിപ്പിക്കാം. അതിൻ്റെ തുക നിങ്ങൾ മുടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ ഡേറ്റാ ബാങ്കിൽ ഇല്ലെങ്കിൽ, ഡേറ്റാ ബാങ്കിൽ ഇല്ല എന്നുള്ള റിപ്പോർട്ട് നമുക്ക് കൊടുക്കണം. ഡേറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കിയതാണെങ്കിൽ ആ ഒഴിവാക്കിയ ഉത്തരവ് നിങ്ങൾ കൊടുക്കണം. ഡേറ്റാ ബാങ്കിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നുള്ള ഒരു റിപ്പോർട്ട് അഥവാ ഒരു സർട്ടിഫിക്കറ്റ് കൂടി ആവശ്യമാണ്. ബിൽഡിംഗ് പ്ലാൻ, അത് ബിൽഡിംഗ് വെക്കുന്നു എന്ന കാരണത്താൽ ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ആ ബിൽഡിംഗ് പ്ലാനിൻ്റെ കോപ്പി നിങ്ങൾ കൊടുക്കണം. ഈ ജലസംരക്ഷണ നടപടികൾക്ക് വേണ്ടി ഒരു 10% നമ്മൾ മാറ്റി വെക്കാനുണ്ട്. അത് വേണ്ടി വരുന്ന കെട്ടിടങ്ങൾക്ക് അതിൻ്റെ രൂപരേഖ എന്താണ്, നമ്മൾ ജലസംരക്ഷണത്തിന് വേണ്ടി മാറ്റി വെക്കുന്ന ആ പ്രോജക്റ്റിൻ്റെ ഒരു ഭാഗം നിങ്ങൾ ശരിയാക്കി കൊടുക്കേണ്ടി വരും. ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് പോലെ നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഇനി ഡേറ്റാ ബാങ്കിൻ്റെ ഒരു പ്രസൻറ്റ് സ്റ്റാറ്റസ് നമ്മൾ കൊടുക്കണം. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ജലസംരക്ഷണ നടപടികളുടെ ഭാഗമായിട്ടുള്ളത് കൊടുക്കണം. ഇനി 25 സെൻറ്റിൽ കുറവാണെങ്കിൽ നമ്മൾ ഒരു പ്രത്യേക ഒരു ഡിക്ലറേഷൻ നമ്മൾ കൊടുക്കാനുണ്ട്. അത് 50 രൂപയുടെ മുദ്രപത്രമാണ്. അത് നമ്മൾ ചെയ്യേണ്ടി വരും. ഒരു അഫിഡാവിറ്റ് പോലെ നമ്മൾ തയ്യാറാക്കി കൊടുക്കുക. അതിൻ്റെ ഫോർമാറ്റൊക്കെ തന്നെ നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്നോ അഗ്രികൾച്ചർ ഓഫീസറുടെ പക്കൽ നിന്നോ നിങ്ങൾക്ക് ലഭിക്കും. ഇനി കരഭൂമിയാക്കിയ കാലഘട്ടം ഏതാണെന്ന് തെളിയിക്കുന്ന രേഖ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ, അതായത് കരഭൂമി നേരത്തെ നെൽവയലായിരുന്നു എങ്കിലും പിന്നീട് കരഭൂമിയായത് എപ്പോഴാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണിക്കാം. മിക്കവാറും സാറ്റലൈറ്റ് മാപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അത് തീരുമാനിക്കുക. അത് സാറ്റലൈറ്റ് മാപ്പ് തന്നെയാണ് ബേസായിട്ട് സ്വീകരിക്കുക. ഇല്ലെങ്കിൽ അവിടെ വൻ വൃക്ഷങ്ങൾ ഉണ്ടെങ്കിൽ, വലിയ ഉയരം കൂടിയ തെങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ കണക്കാക്കപ്പെടും എന്നുള്ളതാണ്. വേറൊന്ന് നിങ്ങൾ കൊടുക്കാനുള്ളത് ഫെയർ വാല്യൂ രജിസ്റ്ററിൻ്റെ പകർപ്പ് ഇതിനോടൊപ്പം ഹാജരാക്കണം എന്നുള്ളത്. ഞാൻ ഇപ്പോൾ പറയുന്നത് ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട രേഖകളുടേതാണ്. ഫോട്ടോസ് നിശ്ചയമായും ഫോട്ടോസും വേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി നമ്മൾ അറിയേണ്ട മറ്റ് ചില കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇനിയുള്ളത് ഫോമുകൾ ഏതൊക്കെയാണ്, അതിന് അടയ്ക്കേണ്ടി വരുന്ന ഫീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം. ഇനി ഇത് പൂർണ്ണമായും കേൾക്കാതെ വീണ്ടും സംശയമായി വരരുത്. 1967 ജൂലൈ 4 മുമ്പ് കരഭൂമി ആയതാണെങ്കിൽ ഫോം നമ്പർ 9 അപേക്ഷ കൊടുക്കാൻ. 1967 ജൂലൈ 4 2008 ഓഗസ്റ്റ് 12 ഇടയിലാണ് കരഭൂമി ആയതെങ്കിൽ 49.9 സെൻറ്റ് വരെ ഉള്ള ഭൂമിക്ക് ഫോം നമ്പർ 6 അപേക്ഷ കൊടുക്കണം. 50 സെൻറ്റിന് മുകളിലാണെങ്കിൽ ഫോം നമ്പർ 7 അപേക്ഷ കൊടുക്കണം. അപേക്ഷയോടൊപ്പം നമ്മൾ 1000 രൂപ ഫീസ് അടയ്ക്കേണ്ടതും ഉണ്ട്. ഇനി കരഭൂമിയാക്കാൻ ഉത്തരവായെങ്കിൽ ഫോം നമ്പർ 9 ഉത്തരവായെങ്കിൽ ഫോം നമ്പർ 9 അപേക്ഷയിലും ഫോം നമ്പർ 6 25 സെൻറ്റ് വരെയുള്ള അപേക്ഷയിലും ഫീസ് വേണ്ടതില്ല, ഫീസ് അടയ്ക്കേണ്ടതില്ല. ഫോം നമ്പർ 9 കരഭൂമിയാക്കാൻ ഉത്തരവായ ഫോം നമ്പർ 9 അപേക്ഷയുടെ ആൾക്കാർക്കും, അതേപോലെ 25 ഫോം നമ്പർ 6 കൊടുത്ത് 25 സെൻറ്റ് വരെയുള്ള അപേക്ഷകളിലും ഫീസ് ആവശ്യമില്ല. മറ്റുള്ളതിൽ 25 സെൻറ്റ് വരെയുള്ളതാണെങ്കിൽ, സെൻറ്റ് മുതൽ 1 ഏക്കർ വരെയുള്ള ഭൂമിയുടെ കാര്യത്തിൽ മൊത്തം വില, അതായത് ഫെയർ വാല്യൂവിൻ്റെ 10% നമ്മൾ അടയ്ക്കേണ്ടി വരും. 1 ഏക്കറിന് മുകളിലാണെങ്കിൽ 20% വരെയുള്ള തുക നമ്മൾ അടയ്ക്കണം എന്നുള്ളതും ഓർത്തിരിക്കുക. ഇനി അപേക്ഷ അനുവദിച്ചു കഴിഞ്ഞാൽ
അനുവദിക്കപ്പെട്ട ഭൂമി 20.26 കൂടുതലെങ്കിൽ 10% ഭൂമി ജലസംരക്ഷണത്തിന് നീക്കിവെക്കണം. ഇതിന് നമ്മൾ ഫീസ് അടയ്ക്കേണ്ടതില്ല എന്നും മനസ്സിലാക്കിയിരിക്കുക. ഫെയർ വാല്യൂ നിശ്ചയിക്കപ്പെട്ടിട്ടില്ലാത്ത സ്ഥലത്താണെങ്കിൽ നിങ്ങൾ RDOയ്ക്ക് അപേക്ഷ കൊടുത്ത് ഫെയർ വാല്യൂ നിശ്ചയിക്കാം. ആ ഫെയർ വാല്യൂ കൂടുതലാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങൾക്ക് 500 രൂപയുടെ ഫീസ് അടച്ചിട്ട് അത് അപ്പീലും കൊടുക്കാം. കളക്ടർക്കാണ് അപ്പീൽ കൊടുക്കാൻ. അങ്ങനെ അപ്പീൽ കൊടുക്കുന്നത് 30 ദിവസത്തിനുള്ളിൽ, അതായത് ഫെയർ വാല്യൂ നിശ്ചയിക്കപ്പെട്ട് ഉത്തരവ് കിട്ടി 30 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ കളക്ടർക്ക് അപ്പീൽ കൊടുക്കുകയും ചെയ്യാം. ഇത് ഫെയർ വാല്യൂ സംബന്ധിച്ച് നിശ്ചയിക്കപ്പെടാത്ത സ്ഥലങ്ങളുണ്ട് പലയിടത്തും. അങ്ങനെയുള്ള സ്ഥലത്ത് ഫെയർ വാല്യൂ നിശ്ചയിക്കാൻ നിങ്ങൾ അപേക്ഷ കൊടുത്ത് അത് തൃപ്തികരമല്ലെങ്കിൽ, ഫെയർ വാല്യൂ നിശ്ചയിക്കുന്ന കാര്യത്തിൽ തൃപ്തികരമല്ലെങ്കിൽ, RDOയുടെ ഉത്തരവിൽ നിങ്ങൾ തൃപ്തരല്ലെങ്കിൽ നിങ്ങൾക്ക് 500 രൂപയുടെ ഫീസ് അടച്ചിട്ട് കളക്ടർക്ക് അപ്പീൽ കൊടുക്കാം. അത് വിത്തിൻ 30 ഡേയ്സിനുള്ളിലാണ് കൊടുക്കാനുള്ളത് എന്നും കൂടി ഓർത്തിരിക്കുക. ഇനി എന്തെങ്കിലും പുതിയ വിവരങ്ങൾ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഒരു കാര്യത്തെക്കുറിച്ചും വ്യക്തത ഇല്ലാത്ത ഈ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ എപ്പിസോഡ് ചെയ്തിട്ടുള്ളത്. തുടർന്ന് ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് ഈ ചാനൽ പങ്കുവെക്കുന്നതാണ്. നന്ദി.